ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. പ്രകൃതിദത്തമായി ഒരു പുഴ പോലും ഒഴുകാത്ത സൗദിയിൽ കടൽ ജലം ശുദ്ധീകരിച്ച് ദിവസേന ശേഖരിക്കുന്നത് 4 തേംസ് നദികളുടേതിന് സമാനമായത്ര ശുദ്ധജലം. ഇംഗ്ലണ്ടിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് തേംസ് നദി. 346 കിലോമീറ്ററാണ് തേംസ് നദിയുടെ നീളം. കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി സൗദിയിലുടനീളം കടൽ വെള്ളത്തിലെ ഉപ്പ് ഒഴിവാക്കാനുള്ള അനേകം പ്ലാന്റുകളും ശുദ്ധജലം കൊണ്ടുപോകാനുള്ള ആയിരക്കണക്കിന് പൈപ്പ് ലൈനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സൗദി കൃത്രിമമായ പുഴ തന്നെ ഈ ലക്ഷ്യത്തിനായി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെന്നതാണ് കൗതുകകരമായ കാര്യം. 3.5 കോടിയിലധികം ജനങ്ങളാണ് സൗദിയിലുള്ളത്. ഇതോടൊപ്പം വർഷത്തിൽ സന്ദർശകരായി എത്തുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്കും ആവശ്യമായ വെള്ളമാണ് മഴ വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന സൗദിയിൽ കടലിൽ നിന്നും ശുദ്ധീകരിച്ച് എടുക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കടൽ ജലം ശുദ്ധീകരിച്ചെടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യമാണ് സൗദി. സൗദിയുടെ ശുദ്ധജല വിതരണ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണെന്ന് സൗദി വാട്ടർ അതോറിറ്റി പ്രസിഡന്റ് അബ്ദുള്ള അൽ അബ്ദുൽ കരീം വ്യക്തമാക്കി. ലോകത്തിൽ ഇന്നേ വരെ ഒരു പുഴയും കടലിൽ നിന്ന് ഉത്ഭവിച്ച് പർവ്വതങ്ങളിലേക്ക് ഒഴുകുന്നില്ല. പക്ഷേ സൗദിയിൽ അതുണ്ട്. അതാണ് സൗദിയിലെ ശുദ്ധജല വിതരണ സംവിധാനം. അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും മാത്രമല്ല, ലോകത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ടെക്നോളജിയാണ് ഈ സംവിധാനം. 2800 മീറ്റർ ഉയരമുള്ളിടത്തേക്ക് വരെ സൗദിയുടെ ശുദ്ധജലം കടലിൽ നിന്നും ഒഴുകിയെത്തുന്നുണ്ട്. രാജ്യം മുഴുവൻ ഭീമൻ പൈപ്പ് ലൈനുകളാണ് ഈ ആവശ്യത്തിനായി സ്ഥാപിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവിതരണ സംവിധാനത്തിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ പദ്ധതിയാണിത്. 14,000 കിലോമീറ്ററിലധികം നീളമുള്ളതാണ് ഞങ്ങളുടെ ജലവിതരണ പൈപ്പ് ലൈനുകളെന്നും സൗദി വാട്ടർ അതോറിറ്റി പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. എന്തായാലും ഏതാണ്ട് എല്ലാ മേഖലകളിലും ലോകത്തിലെ തന്നെ മറ്റെല്ലാ രാജ്യങ്ങളെയും കവച്ചു വെക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ടെക്നോളജികളാണ് സൗദി അറേബ്യ ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള കൗതുകകരമായ അപ്ഡേറ്റ്സിന് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്